ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ടീക്കപ്പ് റിസോർട്ടിൽ നിന്ന് പോകാൻ നിന്ന ആ ഗസ്റ്റുകളെ നമ്മുടെ കാവേരി അവളുടെ വീട്ടിലെ ഹോം സ്റ്റേയിലേക്ക് അയക്കുകയാണ് കേട്ടോ. അപ്പം അവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന സ്ഥലത്ത് നിന്നാൽ മതി, ആൾ കൂട്ടാൻ വരും എന്നും അവരോട് പറയാം. എന്നിട്ട് ഗംഗയെ ഫോൺ വിളിക്കുക. നമ്മുടെ ഗംഗയാണെങ്കിൽ തയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കാവേരി വിളിക്കുന്ന കാണുമ്പം ഗംഗ എടുക്കും. എന്താടി നീ എന്താ ഈ സമയത്ത് കോൾ ചെയ്തേ എന്ന് ചേച്ചി, ഒരു ഫാമിലിയെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ചേച്ചി അവരെ ആ പള്ളിമുക്കില്ലേ അവിടെ പോയി നിന്ന് കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകണം എന്ന് പറയാം. ഞാൻ ഒറ്റയ്ക്കോ? നീ എന്ത് പരിപാടിയായി കാണിച്ചത്? ഇത്ര പെട്ടെന്ന് ഗസ്റ്റുകളെയൊക്കെ ഇങ്ങോട്ട് അയക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് എന്താ ചെയ്യുക? നീയും കൂടി ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാം. എൻ്റെ ചേച്ചി, അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചേച്ചിയാണെങ്കിൽ ആ പള്ളിയുടെ അവിടെ പോയി അവരെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിൽ ചെന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞ് അവരെ അകത്തേക്ക് ക്ഷണിക്കുക. അവർക്ക് റൂം കാണിച്ചു കൊടുക്കുക. അവർക്ക് വേണ്ട രീതിയിൽ സ്വീകരിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. അപ്പോഴേക്കും ഞാൻ എങ്ങനെയെങ്കിലും വന്നോളാം എന്ന് പറയണം. എങ്കിലും ശരിയാകുമോ എന്ന് ചോദിക്കുക. അതുമല്ല, അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മുടെ എല്ലാ പ്ലാനുകളും പൊളിയില്ലേ? ചേച്ചി അത് എല്ലാവരും പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഇവരാണെങ്കിൽ ഈ റിസോർട്ടിൽ വന്ന ഗസ്റ്റുകളാണ്. അവർക്ക് ഇവിടുത്തെ പൈസ പറ്റാത്തത് കൊണ്ട് ഇവിടുന്ന് വേറെ റിസോർട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഞാനിങ്ങനെ ഹോം സ്റ്റേ ഉണ്ടെന്നും അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നും പറഞ്ഞ് അവരെ അങ്ങോട്ട് വിടുന്നത്. ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്തേ പറ്റൂ. ഞാൻ വിനീതേട്ടനോടും കൂടി പറയാം എന്ന് പറയാണ് കേട്ടോ. എടി, ഞാൻ പോകില്ല, എനിക്ക് പേടിയാ അവിടെ വരെ ഒറ്റയ്ക്ക് പോയി നിൽക്കാനൊക്കെ. അതൊരു ഒറ്റപ്പെട്ട സ്ഥലമല്ലേ എന്ന് ഗംഗ പറയാണ്. എങ്കിൽ ചേച്ചി വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കുക. ഞാൻ വിനീതേട്ടനെ വിളിച്ച് പറയാം ഗസ്റ്റുകളെ കൂട്ടിക്കൊണ്ട് വരാൻ എന്ന് അപ്പോൾ കാവേരി പറയൂട്ടോ. സമയം നമ്മുടെ കാവേരി പെട്ടെന്ന് തന്നെ വിനീതിനെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ വിനീത് കടയിലുണ്ട്. എന്താ കാവേരി, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താ ഈ സമയത്ത് ഫോൺ വിളിച്ചേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ വിനീതേട്ടാ, ഞാൻ അങ്ങോട്ട് പറയട്ടെ? അതെ വിനീതേട്ടാ, ഒരു ഫാമിലിയെ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അവർ ടൂറിസ്റ്റുകളാണ്. ഇവിടെ ഈ റിസോർട്ടിൽ വന്നതാ. അവർക്ക് ഇവിടുത്തെ പൈസ പറ്റാത്തത് കൊണ്ട് ഇവിടുന്ന് വേറെ റിസോർട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മുടെ ഹോം സ്റ്റേയുടെ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിനീതേട്ടൻ അവരെ ഒന്ന് കൂട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റുമോ എന്ന് പറയാണ്. അവർക്ക് വഴി അറിയില്ലല്ലോ. ഞാൻ ആ പള്ളിയുടെ അവിടേക്ക് ചെല്ലാനാ പറഞ്ഞത്. പള്ളി വരെയുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. വിനീതേട്ടൻ അവരെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കണം. വിനീതേട്ടൻ അത് ചെയ്ത ഒരു സഹായമാകും എന്ന് പറയാണ്. അതിനെന്താ കാവേരി, നീ ഇത്രയ്ക്ക് പറയേണ്ട കാര്യമുണ്ടോ? ഉറപ്പായിട്ടും അങ്ങോട്ട് വരുന്ന ഗസ്റ്റുകളെ ഞാൻ വീട്ടിൽ കൊണ്ട് ആക്കിക്കോളാം. വീട്ടിൽ കൊണ്ടാക്കിയാൽ മാത്രം പോരെ വിനീതേട്ട, അവരുടെ ID പ്രൂഫ് ഒക്കെ ഒന്ന് മേടിച്ച് എല്ലാം ക്ലാരിഫൈ ചെയ്യുകയും വേണം. ഗംഗേച്ചിക്ക് അറിയത്തില്ലെന്നാ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഒന്ന് ശരിയാക്കിയിട്ടേ പോകാവുള്ളേ. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചാടാവോ എന്നൊന്ന് നോക്കട്ടെ. എനിക്ക് ഇവിടെ പിടിപ്പത് പണിയുള്ള ദിവസമാണ് ഇന്ന് എന്ന് പറയണം. നീ പേടിക്കേണ്ട കാവേരി, നീ അവരെ പിണക്കി അവിടുന്ന് ചാടാനൊന്നും നിൽക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് കാവേരിക്ക് ഉറപ്പ് കൊടുക്കുകയാണ് നമ്മുടെ വിനീത്. ഇതേ സമയം ഗംഗ കാവേരിയോട് അവരെ കൂട്ടാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞാലും രണ്ടും കൽപ്പിച്ച് അവൾ ഒറ്റയ്ക്ക് അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെന്നിങ്ങനെ നിൽക്കുക. അപ്പോഴേ തന്നെയാണ് വിനീതും ബൈക്കിന് അങ്ങോട്ട് വരുന്നത്. ഗംഗ വന്നിട്ടുണ്ടായിരുന്നോ? ഗംഗ ഇവിടെ വരുന്ന കാര്യം കാവേരി എന്നോട് പറഞ്ഞില്ല. ഗംഗയ്ക്ക് പേടിയാ, വരത്തില്ലെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറയണം. അത് കേൾക്കുന്ന ഗംഗ പറയും, ഞാൻ കാവേരിയോട് അങ്ങനെ വിനീതേട്ടാ പറഞ്ഞത്. എനിക്ക് പേടിയാ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ. പക്ഷേ വിനീതേട്ടൻ വരുമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നത് എന്ന് പറയാണ് കേട്ടോ. അത് വിനീതിന് വളരെ സന്തോഷം തോന്നും. ഗംഗയോട് വിനീത് ചോദിക്കും, അപ്പം നമ്മൾ എന്താ ഗംഗ ചെയ്യുക? നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ശരിയാക്കിയാനെ, നീ അവരെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേക്കും എന്ന് വിനീത് പറയും. അയ്യോ വിനീതേട്ടാ പോവല്ലേ, നമുക്ക് ഒരുമിച്ച് അവരെ കൂട്ടിക്കൊണ്ട് പോകാം എന്ന് ഗംഗ പറയാണ്. അത് കേൾക്കുന്ന വിനീതിന് ഒരുപാട് സന്തോഷം തോന്നുവാണ്. പിന്നീട് ഗംഗ ഒന്നും പറയുന്നില്ല. അപ്പം വിനീത് ഗംഗയെ ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുക. എന്നിട്ട് ചോദിക്കും, ഗംഗ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുക. അതൊന്നുമില്ല വിനീതേട്ട എന്ന് പറയാണ്. എവിടുന്നുള്ള ആളുകളായിരിക്കും വരുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചതാ. അതോ അവരെന്തോ തമിഴരാണെന്നാ കാവേരി പറഞ്ഞേ എന്ന് അപ്പോൾ വിനീത് പറയൂട്ടോ. പെട്ടെന്ന് ആ ഫാമിലി അങ്ങോട്ട് വരികയാണ് ഒരു കാറിൽ. അന്നിപ്പം വിനീത് കൈ കാണിച്ച് വണ്ടി നിർത്തിക്കുക. എന്നിട്ട് പറയും, ഞങ്ങൾ വഴി കാണിക്കാൻ നിന്നതാ. അവിടെ റിസോർട്ടിൽ ചെന്നപ്പം ഒരു ഹോം സ്റ്റേയുടെ കാര്യം നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന ആ ഫാമിലിക്ക് സന്തോഷമാവുകയാണ് കേട്ടോ. പെട്ടെന്ന് ഗംഗയോട് വിനീത് ചോദിക്കും, അല്ല ഗംഗെ, നീ ഇനി എങ്ങനെയാ വരിക? നടന്നു വരുമോ? അല്ലെങ്കിൽ ഞാൻ ഇവരോട് നിന്നെ കൂടി കൊണ്ടുവരാമോ എന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഗസ്റ്റുകളോട് ചോദിക്കും. ഒരാൾക്ക് കൂടി ആ ഹോം സ്റ്റേയിലേക്ക് പോകാനായിട്ട് സ്ഥലം കാണുമോ നിങ്ങളുടെ വണ്ടിയിൽ എന്ന് ചോദിക്കുക. ഇത് ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ ഓണറാ ഗംഗ, ഞാൻ ആ ഹോം സ്റ്റേയുടെ മാനേജർ വിനീത് എന്നും പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുട്ടോ. അതിനെന്താ, കയറിക്കോളൂ എന്ന് അവർ തമിഴിൽ അപ്പോൾ പറയും. അപ്പോൾ പെട്ടെന്ന് ഗംഗ വിനീതിൻ്റെ കയ്യിൽ കയറി പിടിക്കും. അയ്യോ വിനീതേട്ട, എനിക്ക് പേടിയാ, ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ ഒറ്റയ്ക്ക് ഞാൻ ഇല്ല വിനീതേട്ട എന്ന് അവർ കേൾക്കാത്ത രീതിയിൽ പറയണം കേട്ടോ. അപ്പോൾ വിനീത് പറയും, അയ്യോ എങ്കിൽ സാരമില്ല, ഞങ്ങളുടെ ഓണർക്ക് നിങ്ങളുടെ കൂടെ വരുന്നതിൽ ഒരു ബുദ്ധിമുട്ട്, വേറൊന്നുമല്ല, വരുന്ന ഗസ്റ്റുകളെ ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി
ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലെന്നാ ഞങ്ങളുടെ ഓണർ പറയുന്നത്. എങ്കിൽ ഞങ്ങൾ രണ്ടും കൂടി മുന്നിൽ വരാം, നിങ്ങൾ പിന്നാലെ പോരെ എന്ന് പറയണം കേട്ടോ. അങ്ങനെ നമ്മുടെ വിനീതിൻ്റെ ബൈക്കിൽ ഗംഗ കയറുകയാണ്. വിനീതിന് ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് കേട്ടോ. വിനീത് സ്വപ്നം കണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് തൻ്റെ ബൈക്കിന് പിന്നിലിരിക്കുന്ന ഗംഗ. അതാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ നിമിഷം നമ്മുടെ വിനീത് ആസ്വദിക്കുന്നത്. ഗംഗയാണെങ്കിൽ വിനീതിൻ്റെ തൊളി കൈയൊക്കെ വെക്കുമ്പോൾ വളരെയേറെ നിർവൃതി തോന്നുക വിനീതിന്. അത്രയേറെ താൻ സ്നേഹിക്കുന്ന തൻ്റെ പെണ്ണ് തൻ്റെ പിന്നിൽ തൻ്റെ ബൈക്കിൽ ചേർന്നിരിക്കുന്നത് വിനീതിനൊരു സ്വപ്നം തന്നെയാണ് കേട്ടോ. വിനീതാണെങ്കിൽ വീട്ടിലെത്തുന്നതോ ഗംഗ വിളിച്ചതോ ഒന്നും അറിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഗംഗ ഒരു തട്ടും, വിനീതട്ട വീടെത്തി ഇറങ്ങ് എന്ന് പറയാണ് കേട്ടോ. ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന് അപ്പോൾ വിനീത് ഗംഗ ചോദിക്കാതെ മനസ്സിൽ പറയാം. എന്നിട്ട് ഗസ്റ്റുകളെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വരികയാണ്. ദേ ഇതാ ഞങ്ങൾ പറഞ്ഞ വീട്, എങ്ങനെയുണ്ട്? അടിപൊളി വീടല്ലേ? ഈ വീടിൻ്റെ പിന്നിൽ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്, ഇഷ്ടം പോലെ കാണാൻ കാഴ്ചകളുണ്ട് ഇവിടെ എന്ന് പറയാം. എല്ലാം ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ആ വീടും പരിസരവും ഒക്കെ വന്ന ഗസ്റ്റുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. അപ്പം ആ ഭാര്യയും ഭർത്താവും പരസ്പരം പറയാം നല്ല സ്ഥലമല്ലേ എന്ന്. അപ്പം തിരിച്ച് ഭാര്യ പറയും അതെ അതെ, നല്ല സമാധാനം തോന്നിപ്പിക്കുന്ന അന്തരീക്ഷം എന്ന് പറയണം. അങ്ങനെ അവരകത്തേക്ക് കയറുക. അപ്പോൾ പെട്ടെന്ന് യമുന ഈ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റുകൾ വന്ന കാര്യം യമുനയ്ക്കറിയാം. അമ്മയോട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. അപ്പോൾ ഗംഗ ഓടി വന്ന് അമ്മയോട് പറയും അമ്മ ആരതി എടുത്തോണ്ട് വാ. ആരതിയോ? എന്തിനോ? അയ്യോ അമ്മയായിരുന്നോ എന്നും പറഞ്ഞാൽ ഗംഗ അകത്തേക്ക് പോകും. അപ്പോൾ യമുന അടുത്ത് നിൽക്കുന്ന യമുനയോട് ശാരദ ചോദിക്കും ഇവളെന്തൊക്കെയായി പറയുന്നത്? ആരതിയോ? എന്തിന്? അതമ്മേ 2-3 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ഈ വീട്ടിൽ താമസിക്കാൻ, അവർക്ക് വേണ്ടിയിട്ടാ ആരതി. ഗസ്റ്റുകളോ? ഇത്ര പെട്ടെന്ന് ഹോം സ്റ്റേ തുടങ്ങിയോ എന്നപ്പോൾ ശാരദ ചോദിക്കുക നിങ്ങൾ എന്തൊക്കെയാ മക്കളെ ഈ കാട്ടിക്കൂട്ടുന്നേ? ഇന്നലെ ഇത് വൃത്തിയാക്കി എടുത്തതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഗസ്റ്റുകളും വന്നു തുടങ്ങിയോ? അല്ല ഇവരെ എവിടുന്ന് പിടിച്ചോണ്ട് വന്നതാ എന്ന് ശാരദ അപ്പം ചോദിക്കും. ഇവരെ എവിടുന്നും പിടിച്ചോണ്ട് വന്നതല്ലമ്മേ, കാവേരി ചേച്ചി അയച്ചതാ. കാവേരിയോ? അവൾക്ക് എവിടുന്ന് കിട്ടി ഇവരെ? ആ റിസോർട്ടിലെങ്ങാണ്ട് വന്നതാ. അവിടുന്ന് പോകാൻ നിന്നപ്പം നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് ചേച്ചി അവരെ അയച്ചത്. നമുക്ക് ഇച്ചിരി പൈസ കിട്ടുമെങ്കിൽ അതെന്തിനമ്മേ വേണ്ടെന്ന് വെക്കുന്നേ എന്ന് ചേച്ചി ചിന്തിച്ചു. അതിലെന്ത് തെറ്റാ ഉള്ളത്? അമ്മയായിട്ട് കോളവാക്കരുത് എന്ന് യമുന ശാരദയോട് പറയും. ദേ പെണ്ണെ, ഇന്നലെ ഇത് വൃത്തിയാക്കിയപ്പോഴേ ഞാൻ വേണ്ടത് പറഞ്ഞതാ. ഇപ്പം ദേ ഏതോ നാട്ടിൽ കിടക്കുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് ക്ഷണിക്കാൻ നിൽക്കുന്നു നിങ്ങൾ. ഇതൊന്നും ശരിയാകത്തില്ല കേട്ടോ എന്ന് പറയാം. അപ്പം യമുന അവിടെ നിന്ന് മാറും. വിനീത് അങ്ങോട്ട് വരിക. എൻ്റെ വിനീതേ, ഇവൾമാർക്കോ ബോധമില്ല, നീയും ഇവർ പറയുന്നതിനൊത്ത് തുള്ളാൻ നിൽക്കുവാണോ? ഇതൊക്കെ ഏത് നാട്ടിലെ ആൾക്കാരാന്ന് കരുതിയാ ഇവരെ പിടിച്ച് ഇതിനകത്ത് കയറ്റുന്നേ എന്ന് ചോദിക്കുക. എൻ്റെ അമ്മായി ഇങ്ങനൊന്നും പറയല്ലേ, അവർ നല്ല ആളുകളാണ്. നമ്മൾ അവരുടെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷം മാത്രമേ ഈ വീട്ടിൽ താമസിപ്പിക്കുള്ളൂ, അല്ലാതെ വെറുതെ കയറ്റി താമസിപ്പിക്കുകയൊന്നുമില്ല. പിന്നെ നമ്മളെല്ലാം വൃത്തിയാക്കിയിട്ടേക്കുമല്ലേ. പിന്നെ നമുക്ക് ആഹാരം പാകം ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു 3-4 പേർക്ക് കൂടുതൽ ഉണ്ടാക്കണം. അതിനവർ പൈസ തരും. അവരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ നന്നായിട്ട് ഗവനിക്കാറില്ലേ? അങ്ങനെ അങ്ങ് അമ്മായി കരുതിയാൽ മതി എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ശാരദ. ഇതേസമയം നമ്മുടെ ഗംഗ യമുനയും കൂടി ചെന്ന് ആരതി ഒഴിയാണ് അവരെ. അത് കാണുന്ന അവർ ചോദിക്കും ഇതെന്താ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് വിനീത് പറയും അത് നമ്മുടെ വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കണ്ണേറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് അവർക്ക് വീട്ടിലേക്ക് സന്തോഷത്തോടെ കയറ്റാൻ വേണ്ടി ഇവിടെ ചെയ്യുന്നൊരു ആചാരമാണ് എന്ന് പറയും. അത് കേൾക്കുന്ന അവർക്ക് സന്തോഷമാവുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളവർ എവിടെ പോയിട്ട് വന്നാലും ഞങ്ങളിത് ചെയ്യാറുണ്ട്, അതുപോലെ നിങ്ങളെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചതാ. ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ കാണുക എന്ന് വിനീത് പറയാം. അപ്പോൾ ആ വിനീതിൻ്റെയും ആ കുടുംബത്തിൻ്റെയും സംസാരമൊക്കെ ഗസ്റ്റുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി അകത്തേക്ക് കയറുക. അപ്പോൾ അകത്ത് കയറി അവർ ഇരുത്തിയപ്പോഴേക്കും ഗംഗയും യമുനയും കൂടി ജ്യൂസും സ്നാക്സും ഒക്കെ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുന്ന ശാരദ നെഞ്ചത്ത് കൈവെക്കുക. എൻ്റെ ദൈവമേ, ഇവളുമാരെ ഇതെല്ലാം എടുത്ത് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിള സ്കൂൾ വിട്ട് വരുമ്പോൾ അവൾക്ക് എന്നാ എടുത്ത് കൊടുക്കും എന്ന് പറയണം. ഇത് കേൾക്കുന്ന വിനീത് പറയും എൻ്റെ അമ്മായി ഇങ്ങനെ എച്ചിത്തരം പറയല്ലേ, അതിഥി ദേവോ ഭവാന. വരുന്ന അതിഥികളെ നമ്മൾ നന്നായിട്ട് തന്നെ ഗൗനിക്കണം. വീട്ടിലുള്ളവർ പട്ടിണി കിടന്നാലും അതിഥികൾക്ക് ആഹാരം കൊടുക്കണമെന്നല്ലേ നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ഏത് ശാസ്ത്രം? നിള വിശന്നൊരു വരവുണ്ട്, അപ്പം ഈ ശാസ്ത്രം പറഞ്ഞു നിന്നാലേ അവൾ എന്നെ പിടിച്ച് തിന്നും എന്ന് ശാരദ പറയും. അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഈ ഞാനില്ലേ, അവൾ വൈകുന്നേരമല്ലേ വരുള്ളൂ, അപ്പം നമുക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാന്നേ എന്ന് പറയണം. അപ്പോൾ ആ ഗസ്റ്റുകൾ ചോദിക്കും ഇതെന്താ നിങ്ങളൊരു സംസാരം? ഏയ് ഒന്നുമില്ല, നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കുക, എന്ത് വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കണമെന്ന് അമ്മായി എന്നോട് പറയുമായിരുന്നു എന്ന് വിനീതപ്പം അവരോട് പറയൂ കേട്ടോ. ഇതേ സമയം നമ്മുടെ ഗംഗയാണെങ്കിൽ കാവേരിക്ക് മെസ്സേജ് വിടുക. അവരിവിടെ വന്നിട്ടുണ്ട്, എനിക്ക് കൈയും കാലും വരച്ചിട്ട് പറ്റില്ല, എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറയുക, നീ വേഗം ഇങ്ങോട്ട് വാ എന്ന് മെസ്സേജ് അയക്കാണ് കേട്ടോ. അപ്പോൾ കാവേരി അത് ഓപ്പൺ ചെയ്യുക. ചേച്ചി ഇവിടെ ആകെ തിരക്കാം, ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഒന്ന് ചാടാവോ എന്ന് നോക്കട്ടെ എന്ന്
തിരിച്ച് മെസ്സേജ് അയക്കുക. എന്ത് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ പോവുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് കാവേരി. കാവേരി തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന കാണുന്ന നീവനടുത്തേക്ക് വരിക. എന്തു പറ്റി കാവേരി? മുഖത്തെന്താ ആകെ ഒരു ക്ഷീണം? ഏയ് ഒന്നുമില്ല. അല്ല തലവേദനയാണോ? അതെ 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 തലവേദനയാ. കാവേരി തലയ്ക്കും കൊടുത്തിരിക്കുന്ന കണ്ടപ്പം എനിക്ക് തോന്നി കാവേരിക്ക് തലവേദനയായിരിക്കുമെന്ന്. തലവേദനയാ നിവിനെ, എനിക്ക് ഒട്ടും വയ്യ, ഇതൊന്നും വായിക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ ഇടയ്ക്ക് വരാറുള്ളതാ. വീട്ടിൽ പോയി ഒന്ന് കിടന്നാ ശരിയായേനെ എന്ന് പറയാണ്. അതിപ്പം ഈ അസുഖവും പിടിച്ച് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാനൊന്നും ഞങ്ങൾ ആരും താല്പര്യപ്പെടുന്നില്ല. അതെയോ, എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് കാവേരി നിവിനോട് ചോദിക്കും. എന്നോട് ചോദിച്ചാൽ ഞാൻ പൊയ്ക്കോളാം. ഞാനല്ലല്ലോ കാവേരിയോട് പോക്കോളാൻ പറയേണ്ട ആള്, അമ്മയല്ലേ. അമ്മയോട് പോയി ചോദിക്കുക. അസുഖം വെച്ചുകൊണ്ട് ജോലി ചെയ്യാനൊന്നും അമ്മ പറയില്ല. അത്രയ്ക്ക് കണ്ണിൽ ചോരയില്ലാത്ത ആളൊന്നുമല്ല എൻ്റെ അമ്മ എന്ന് പറയാണ്. എൻ്റെ ഈശ്വര, ഇനി രാജേശ്വരി മേഡത്തോട് ഞാൻ എങ്ങനെ ഇതൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കും എന്ന് പറയാം. എന്തായാലും രണ്ടും കൽപ്പിച്ച് രാജേശ്വരിയുടെ അടുത്തേക്ക് കാവേരി ചെല്ലാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നിവിനാണെങ്കിൽ അമ്മയും കാവേരിയും സംസാരിക്കുന്നത് കാണാൻ പാകത്തിന് പോയി നിൽക്കുക. നീ എന്താ ഇവിടെ നിൽക്കുന്നേ എന്നും ചോദിച്ച് ആസിഫ് വരുക. അതോ കാവേരിക്കൊരു തലവേദന, അവൾ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കാൻ പോയിരിക്കുക അമ്മയുടെ അടുത്തേക്ക്. തലവേദനയോ? തലവേദനയാണെങ്കിൽ വീട്ടിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ, ഞാൻ ഇപ്പം വരാം എന്നും പറഞ്ഞ് അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ആസിഫ് അങ്ങോട്ട് ചാടി വീഴുകയാണ്. നീ എന്താ ഇവിടെ എന്ന് അപ്പോൾ ആസിഫിനെ കാണുന്ന രാജേശ്വരി ചോദിക്കും. അല്ല മേഡം, കാവേരിക്ക് തലവേദനയാണെന്ന് എന്നോട് പറഞ്ഞായിരുന്നേ, ഞാൻ ചായ ഇട്ടുകൊണ്ട് വന്നതാ. ചായ കുടിച്ചാൽ മാറാത്ത തലവേദനയില്ല എന്ന് പറയാണ്. അപ്പോൾ കാവേരി ആസിഫിനെ പല്ലുറുമ്മിക്കൊണ്ട് അത് മേടിച്ചു കുടിക്കുകയാണ്. ഇപ്പം കുറവില്ലേ കാവേരി എന്ന് ചോദിക്കുക. ഈ ചായ കൊണ്ടൊന്നും എൻ്റെ തലവേദന മാറില്ല ആസിഫെ, എനിക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് നീ ചായ ഉണ്ടാക്കിക്കൊണ്ട് തന്നതല്ലേ, ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ഒരു ഗുളിക കിട്ടിയാൽ ചിലപ്പോൾ മാറുമായിരിക്കും എന്ന് പറയാം. അത് കേൾക്കുമ്പം എനിക്കറിയായിരുന്നു ചായ കൊണ്ട് നിൻ്റെ തലവേദന മാറില്ലെന്ന്, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് കാണുമ്പം നീവൻ ചിന്തിക്കും, ഇവനെന്താ മെഡിക്കൽ സ്റ്റോറും കൊണ്ട് നടക്കുകയാണല്ലോ. അപ്പം അതേസമയം കാവേരി ഇങ്ങനെയാണ് കേട്ടോ ചിന്തിക്കുന്നത്, എന്നോട് പ്രതികാരം വീട്ടുവാണിവൻ. എന്താ കാവേരിയുടെ തലവേദന ഇനി കുറഞ്ഞോളില്ലേ? ഇത്രയും തിരക്കുള്ളപ്പം വീട്ടിൽ പോകാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഞാൻ സ്റ്റാഫുകളെ നിർത്തിയിരിക്കുന്നതേ എനിക്ക് വേണ്ട രീതിയിൽ ജോലി ചെയ്യാനാ. അതും ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. താനിന്ന് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും എന്ന് ചോദിക്കുക. മേഡം, ഇതൊരു പ്രത്യേകതരം തലവേദനയാണ്. ഞാൻ പണ്ടൊന്നേ തലയിടിച്ച് വീണായിരുന്നു. അപ്പം മുതൽ എനിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഒന്നും വരത്തില്ല. 2-3 മാസം കൂടുമ്പോൾ ഒരിക്കൽ വരും. പിന്നെ വന്നാൽ പോകത്തേയില്ല. 1-2 ദിവസം പിന്നെ തലയ്ക്കകത്ത് കുത്തി പറിക്കുന്ന വേദനയായിരിക്കും. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മേഡം. ഇന്നിങ്ങനെ വരുമെന്ന് കരുതിയല്ല ഞാൻ വന്നത് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന രാജേശ്വരി പറയും, കാവേരി, തനിക്ക് തലവേദനയാണെങ്കിൽ താൻ നേരത്തെ അറിയിക്കണമായിരുന്നു. ഈ നിമിഷത്തിൽ വന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി ആണെങ്കിൽ, മേഡം, എൻ്റെ അവസ്ഥ അതായതുകൊണ്ട് എനിക്കൊന്ന് കിടന്നാൽ മതി മേഡം എന്ന് പറയണേ. അപ്പോൾ ആസിഫ് പറയും, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ കാവേരി ചെറിയ ജോലികളൊക്കെ ചെയ്താൽ മതി, ഞാൻ സഹായിക്കാം എന്ന് പറയാം. അപ്പം എല്ലാത്തിനും മുടക്കം നിൽക്കുന്ന ആസിഫിനെ കാണുമ്പം കാവേരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ഹോം സ്റ്റേയിൽ അവരെ വളരെ സന്തോഷത്തോടു കൂടി റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഗംഗയും യമുനയും കൂടി. അവർക്ക് വീടും പരിസരവും വീട്ടുകാരെയും ഒക്കെ ഗസ്റ്റുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ രാജേശ്വരിയെ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചുകൊണ്ട് കാവേരി പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും